ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓണം ലുക്ക് ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഓണം ആയതുകൊണ്ട് യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുറന്ന ആദ്യം കയറി വരുന്ന ഓണം ലുക്ക്, ഓണം ഔട്ട്ഫിറ്റ് ഐഡിയാസ്, ഓണം ഹെയർ സ്റ്റൈൽ ഐഡിയാസ്, അങ്ങനെ ഒരുപാട് ഓണം 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 മാത്രമാണ് ഇപ്പൊ കാണുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ. എന്നാ പിന്നെ ഞാനും കൂടി ഒരെണ്ണം ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. സോ ഗൈസ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണുക. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഓണം ലുക്കാണ്. അതിനകത്ത് കുറെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. മിനിമലായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ വെറും എന്താ പറയാ, ടാൽക്കം പൗഡറില്ലേ, ആ സാധനം മാത്രം വെച്ചാണ് നമ്മൾ ഇന്ന് റെഡി ആവുന്നത്. അത് മാത്രം വെച്ച് മീൻസ് വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നില്ല. പ്രൈമർ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐലൈനറും ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒരുപാടൊന്നും പറയാനില്ലാത്തത് കൊണ്ടും പറയാൻ അറിയാത്തത് കൊണ്ടും നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ നിൽക്കുന്ന വെച്ചാൽ എന്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഒരു 1 hour ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ് ഗൈസ്. ടാൽക്കം പൗഡർ തന്നെ, വേറെ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ചെറിയ രീതിയിലൊരു മേക്കപ്പ് ലുക്ക് എന്നും പറയാം, നമുക്കൊന്ന് റെഡി ആവാം, അത്ര തന്നെ. ഞാൻ ഒരുപാട് പൗഡർ യൂസ് ആക്കാത്ത ഒരാളാണ്. എനിക്ക് ഇഷ്ടമല്ല പൗഡർ ഒരുപാട് യൂസ് ആക്കുന്നത്. പൗഡർ എന്റെ ഫേസിൽ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഓയിൽ ഒന്ന് കളയാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പൗഡർ അങ്ങനെ എന്താ പറയാ മറ്റേ വാരി പൊത്താറൊന്നുമില്ല. വിഷ് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യാം, അത്രേ ഉള്ളൂ ഗൈസ്. കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് എനിക്ക് പൗഡർ. കുറെ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ്. മീൻസ് വെയിലാണെങ്കിൽ വേർക്കും. നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി അല്ലാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും വേർത്തിട്ട് മൊത്തം ഇതായിട്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്ത് പോകാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഞാൻ ഒട്ടും കംഫർട്ട് അല്ല അതിനകത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ട് പുറത്ത് പോകാറില്ല പൊതുവെ. അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. പ്ലസ് ഇത് ഞാൻ എപ്പോഴോ വാങ്ങിയപ്പോ ഇത് തന്നെയാണ്, ഐബ്രോ ഫില്ല് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ബ്രഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ എപ്പോഴും ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ആക്കുന്നത്. ഇത് സംഭവം ഒടിഞ്ഞു പോയി എന്നാലും ഞാൻ ഇത് കളയാണ്ട് വെച്ചിരിക്കുന്നത് ഈ ബ്രഷ് ഉള്ളത് കൊണ്ടാണ്. എനിക്കെന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് വെച്ച് വരക്കുമ്പോൾ. നല്ല രസമാണ് ഇത് വെച്ച് വരക്കാൻ, നല്ലതാണ് ഈ സംഭവം. എന്നാലും ഐബ്രോ എഴുതാം. എനിക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയാ വലിയ രീതിയിലൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നു, അത്രേ ഇതിനകത്ത് നിങ്ങൾ കാണാൻ പാടുള്ളൂ. വേറെ പ്രത്യേകിച്ച് എന്താ പറയാ ചേച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യരുത്. ഇത് എനിക്ക് എന്റെ സ്കിന്നില് അല്ലെങ്കിൽ എന്റെ ഒരു ഇതിനകത്ത് എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു വീഡിയോന്റെ താഴെ ഞാൻ കമന്റ് ഉണ്ടായിരുന്നു ഐബ്രോ ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാമോ. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഐബ്രോ ശരിക്കും ഫില്ല് ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ഓൾറെഡി പിരികാൻ വലിയ കുഴപ്പമില്ലാത്തൊരു പിരികാനാണ്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മറ്റേ ഞാൻ വീഡിയോ ഒക്കെ നോക്കി, അവരതിനകത്ത് ഇങ്ങനെ പിടിച്ച് ഇവിടെ വരച്ച് ഇങ്ങനെ വരച്ചൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇതെങ്ങനെ വീഡിയോ ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുന്ന വീഡിയോ ഒക്കെ എങ്ങനെ ഇടുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത്. ഞാൻ കുട്ടിനോട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം നോക്കാം, ഞാൻ ഫില്ല് ചെയ്യുന്ന പോലെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഇതാക്കാറുള്ളൂ, ഇത് വെച്ച് വരക്കും, അത്രേ ഉള്ളൂ. പിരികം ത്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വരക്കുമ്പോ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. പിരികം ത്രെഡ് ചെയ്യും വരയ്ക്കും, അങ്ങനെയാണ് കൂടുതൽ. പിന്നെ പിരികം എനിക്ക് വലിയ സീനില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ആർഭാടമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി എഴുതിയത് കൊടുക്കും, അത്രയും. പണ്ടത്തെ പോലെ ഇരിക്കണല്ലേ, അതാണ് എന്റെ ടിപ്സ്. അപ്പൊ നമ്മള് പിരികൻ എഴുതി ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതി കൊടുക്കാം. ഈ ഒരു കൊളോസൽ ഐലൈനർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐലൈനറാണ്. അപ്പൊ ഞാൻ എനിക്ക് ഡാക്സലർ യൂസ് ആക്കുന്നതിനേക്കാളും എനിക്കിത് കുറച്ചും കൂടി ഇഷ്ടമായി. നല്ലുണ്ട് ഇത് എഴുതാനാണെങ്കിലും, നല്ല രസമുണ്ട്, ഇത് ഭയങ്കര ഓക്കെയാണിത്. ഇത് വാങ്ങിച്ചപ്പോ ഞാൻ ഇത് മാത്രമേ എഴുതാറുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ച് എഴുതാനായിട്ട്. ക്രിയേറ്റ് ചെയ്യുന്നത് ഓണം ലുക്ക് ആണെങ്കിലും ഞാൻ നമുക്ക് കണ്ണിന്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് കൺമഷ എഴുതി കൊടുക്കാം. ഈ ഒരു കൺമഷ എഴുതി കൊടുക്കാം. കണ്ണാടി നോക്കി ചെയ്യാം, വെറുതെ ഫോണൊക്കെ നോക്കി ചെയ്തതിന് കണ്ണ് കുത്തിച്ചാവണ്ട. ചെറുതായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളൂ. സംഭവം താമസം പോലുണ്ട്. നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാതെ എനിക്ക് ഫോൺ നോക്കി എഴുതാൻ പറ്റാത്തത് കൊണ്ടാണോ ഞാൻ കണ്ണാടി നോക്കി എഴുതുന്നത്. കണ്ണ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ലല്ലേ, ഇത് മതിയല്ലേ? വേണമെങ്കിൽ നമുക്ക് ഈ ഐലൈനർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പൊട്ട് കൂട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പൊട്ട് വേണമെങ്കിൽ പൊട്ട് വെക്കാം, പ്രശ്നമില്ല. ആസ് യുവർ വിഷ്. നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോ ഞാൻ കൂടുതലും പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്തത്, അത്രയും കുറച്ച് പ്രൊഡക്ട്സിൽ ഈ ഒരു ലുക്ക് എങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മസ്കാര ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ ഇപ്പൊ യൂസ് ചെയ്തേക്കുന്നത് ഈ ഐബ്രോ പെൻസിലും ഐലൈനറും ഈ ഒരു പൗഡറും മാത്രമാണ്. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ് ലൈനർ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മാക്സിമം കുറയ്ക്കാം. ലിപ് ലൈനർ വേണ്ട, നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ആക്കാം. നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ആക്കാം. കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കോൺഫിഡൻസ്. ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. എന്നാലും നമുക്ക് ഇഷ്ടമായിട്ട് ഇട്ട് കൊടുക്കാം, നല്ലതായിട്ട് ഇരിക്കട്ടെ. മതിയല്ലേ? നമുക്കൊരു സിമ്പിൾ ലുക്ക് പിടിച്ചാൽ മതി. നമ്മൾ എന്തിനാണ് ഒരുപാട് ഓവറായി ചളമാക്കി കുളമാക്കുന്നത്? ഇത് മതി, നല്ലതുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു ഇതുണ്ട്. വാചകം അടിച്ച് കുളമാക്കുന്നില്ല. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഓണമല്ലേ, ഓണം ലുക്കല്ലേ, അപ്പൊ ഒരു ഓണം ഔട്ട്ഫിറ്റ് തന്നെ ആവട്ടെ. ഞാൻ ഈ ഒരു സ്കേർട്ട്, ഏതൊരു സ്കേർട്ടാണ്, സ്കേർട്ട് പ്ലസ് ഈ ഒരു ബ്ലൗസ് ആണ് വെയർ ചെയ്യുന്നത്. ഇത് സാരി ബ്ലൗസ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സ്കേർട്ടും ടോപ്പും ഇടാന്ന് വിചാരിച്ചു. സാരി ഉടുക്കാൻ നമുക്ക് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ഞാൻ സാരി ഉടുത്താലും അത് കൊളമായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എളുപ്പമില്ലേ, ഇതാകുമ്പോ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് ട്രൈ ചെയ്യാം. ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്കൊന്ന് മാറി വരാം. ഞാൻ അതൊന്ന് ഇട്ട് വരാം. ഇത് എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. ഭയങ്കര സിമ്പിൾ ആയിട്ടാ ശരിക്കും പറഞ്ഞത്. ഞാൻ ഇതിന് സ്റ്റിച്ചേഴ്സ് അല്ല, അതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോ ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഹെയർ ഇല്ലേ, എന്റെ മുടിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ സൈഡിൽ മുടി ഭയങ്കര കുറവാണ്. ഇത് കണ്ട ഇതാണ് എന്റെ മുടിയുടെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. ട്രൈ ചെയ്താൽ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. എനിക്ക് കൂടുതലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാലേ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നുള്ളൂ. ഇങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. ശരിക്കും നമുക്കേ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. സ്ട്രെയിറ്റ് ചെയ്ത് മീൻസ് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സംഭവം ഞാൻ മീഷോന്ന് ഒരു 4-5 വർഷം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എന്തായാലും 4 വർഷം ഉണ്ടാവും. 4 വർഷം മുന്നേ മീഷോ 150 രൂപ. അത് ഇപ്പോഴും വർക്കിംഗ് ആണ് ഗൈസ്. ഇത് ഒരുപാട് ഭയങ്കര എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കുറെ നേരം ലോങ് ലാസ്റ്റിംഗ് അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് ഹീറ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണിത്. ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കുറച്ചു നേരം അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും ഇല്ല. പക്ഷെ ഇത് ഇത്രയും നിക്കുന്നുണ്ടല്ലോ. നമ്മൾ അന്ന് വാങ്ങിയതല്ലേ, ആ സമയം തുടങ്ങി ഇത് വർക്കിംഗ് ആണ്. അതാണ് ഇതിന്റെ മെയിൻ ഗുഡൻസ്. അപ്പൊ അതൊന്ന് ഹീറ്റായി വരുമ്പോ നമുക്കൊന്ന് കുറച്ചൊന്ന് മുടി ഒന്ന് ഇതാക്കി നോക്കാം. ഭയങ്കര ചൂട്. AC ഇല്ലാത്തതിന്റെ ഓരോ പ്രശ്നങ്ങൾ അല്ലാണ്ട് പറയാം.
കഴിഞ്ഞ വർഷം ഞാൻ മുടി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മുടിയുടെ കാര്യം എല്ലാം ചോദിക്കുന്നത് എന്റെ മുടി ട്രീറ്റഡ് ഹെയർ ആണ്. കഴിഞ്ഞിട്ടൊരു 1 year ആയി. ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് മുടി ബോട്ടോക്സ് ചെയ്യുന്നത്. മുടി വലുതായി എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും മുടി എനിക്ക് വലുതായതാണ്. അല്ലെങ്കിൽ എന്റെ മുടി അനങ്ങാറ് പോലും ഇല്ല. ട്രീറ്റ് ചെയ്ത പിന്നെ മുടിക്ക് എന്തോ വളരാൻ ഭയങ്കര ത്വര. അല്ലാത്തപ്പോ ഒന്നും മുടി വളരില്ല. നോക്ക് ഇപ്പൊ ഇത്രയും മുടിയായി. ഇത് പെട്ടെന്നാണെന്നറിയോ ഇത്രയും മുടിയായത്. എന്തായാലും വെട്ടിയ ചേട്ടന്റെ കൈ നല്ല കൈയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മുടി വളരുന്നത്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും സ്പീഡിൽ മുടി വളരുന്നത്. എന്തായാലും നമുക്ക് കുറെ എടുത്തൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് സ്ട്രൈറ്റ് ഒന്നും ആവൂല. നിങ്ങൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണം. ഫ്രണ്ടിൽ മാത്രം ഒന്ന് സ്ട്രൈറ്റ് പോലെ ചെയ്തിട്ട് ബാക്കിലേക്ക് എന്തെങ്കിലും ചെയ്ത് കെട്ടി വെക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്തൊരു ചെയ്യാനും. ഈ വീഡിയോ അങ്ങനെ എടുക്കുമെന്ന് പോലും എനിക്കറിയില്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അതിനകത്ത് കുറെ പ്രശ്നങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവും. എല്ലാവരും എല്ലാം ക്ഷമിച്ച് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇപ്പൊ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും കാണണം വീഡിയോ. നിങ്ങൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടി ഷെയർ ചെയ്തെത്തിക്കണം. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? എന്നാലേ നമുക്ക് വലിയ വലിയ ആൾക്കാരാവാൻ പറ്റുമോ? ഇത്രയും നാളൊരു ലോങ് വീഡിയോയിലുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. എവിടെ നോ കിട്ടി ആ ഒരു കോൺഫിഡൻസിന്റെ. ഈ സാധനം വെച്ച് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് വന്നത് ചെറുതാണ്. അതാണ് എന്റെ പ്രശ്നം. ഇച്ചോട് വലുതായിരുന്നെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞാണ്. ഞാൻ സെറമൊന്നും യൂസ് ചെയ്യാത്തത് ഇതൊന്നും അധികം ഹീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് വലിയ ഹീറ്റുള്ള സാധനമൊന്നും അല്ല. പഴയതുപോലെ തന്നെയുള്ള മാറ്റമൊന്നുമില്ലല്ലോ. സാറ്റിസ്ഫാക്ഷൻ. വേർത്ത് പൊളിച്ച് ചാവുന്നു. ഞാൻ ഇട്ട പൗഡറൊക്കെ ഇപ്പൊ തന്നെ ഒലിച്ചു പോകുന്നു തോന്നുന്നുണ്ട്. മാങ്ങ നിങ്ങക്ക് ബോറടിക്കുന്നുണ്ടോ ഗൈസ്? നീ ബോറടിക്കണം. ഇതൊന്നും ആയില്ല. എന്നാലും കുഴപ്പമില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുടിയൊന്നും ഇതാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മുടി കെട്ടാൻ വന്ന് നിൽക്കുമ്പോ എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ്. ഇങ്ങനെ കെട്ടും. ഞാൻ 2 കഷ്ണം കെട്ടിയെടുത്ത് കഷ്ണം കെട്ടി അങ്ങോട്ട് പോകും. അതാണ് എന്റെ മെയിൻ ഹെയർ സ്റ്റൈൽ. നമുക്ക് ഈ സൈഡിൽ മുടിയില്ലാത്തതാണ് എന്റെ പ്രശ്നം. സൈഡിൽ മുടിയില്ലാണ്ട് ഞാൻ എന്തിനു ചെയ്യാനാണ്? തൽക്കാലം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. നേരത്തെ ഞാൻ കെട്ടിയിരുന്നത് പോലെ തന്നെ. പക്ഷെ ഇത് എന്ത് വെച്ച് കുത്തി വെക്കുന്നേ? സ്ലൈഡുകളൊക്കെ എവിടെ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്ത് ഹെയർ സ്റ്റൈലാന്ന് പോലും എനിക്കറിയില്ല. എന്തോ ഒരു ഹെയർ സ്റ്റൈൽ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും അവസാനം. വൃത്തി ഉണ്ടായാൽ മതിയായിരുന്നു. എന്താണെങ്കിലും എടുക്കാം, ട്വിസ്റ്റ് ചെയ്യുക, സ്ലൈഡ് വയ്ക്കുക. സ്ലൈഡ് അന്വേഷിച്ചെടുക്കാനാണ് പാട്. ഇവിടെ എന്തൊരു സാധനം സ്ഥലത്ത് ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ എവിടെയൊക്കെയാണ് വെക്കണേന്ന് ഞാൻ തന്നെ മറന്നുപോകും. അതാണ് എന്റെ പ്രശ്നം. ഞാൻ അച്ചടക്ക മനോഭാവം ഇല്ലാത്തൊരു കുട്ടിയാണ്. അതിന്റെ എല്ലാ പ്രശ്നം എനിക്കുണ്ട്. ഫേസിന് എങ്ങനെ കിട്ടിയാലാണ് ചീര എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. തൽക്കാലം നമുക്കിത് ട്രൈ ചെയ്യാന്ന് തോന്നുന്നു. ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൂവൊക്കെ വെക്കുമ്പോ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാക്കി എപ്പോഴും ബെറ്റർ. പക്ഷെ നമുക്ക് വെക്കാൻ പൂവില്ല. എന്നാലും പൂവൊക്കെ വെക്കുമ്പോ ഇതൊക്കെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ മുടി കെട്ടി പോയാലും ഒരു സ്ഥലത്ത് പോകുമ്പോ മുടി നഷ്ടപ്പെട്ടുണ്ടാവും. അത് കുഴപ്പമില്ല.
പച്ച സൈഡിലും അതുപോലെ തന്നെ കെട്ടിവെക്കാം. ചിന്ത ഇത് ബാങ്ക്സ് ഒന്ന് ഇതാക്കിയതാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് കുറെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ചിലപ്പോ അത് നല്ലതായിരിക്കൂല, എന്നാലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചില സമയത്ത്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യും. ഫാൻ ഇട്ടേക്കണോണ്ടാണ് മുടിയെല്ലാം ഇങ്ങനെ ചെന്നം ഭിന്നമായിരിക്കുന്നത്. മുടിക്കായി ഹെയർ സ്റ്റൈൽ ഇതൊക്കെ മതി ഗൈസ്. നമ്മളെ കൊണ്ട് നടക്കണ കാര്യമൊന്നുമല്ല ഹെയർ സ്റ്റൈൽ. നമ്മൾ ഇവരൊക്കെ കാണിക്കണമെന്ന് നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റുമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് പറ്റൂല. നമ്മുടെ മുടി എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവരും കാണിക്കണ പോലെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അനുഭവം കൂടി. മുല്ലപ്പൂക്ക് ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ വെച്ചിട്ടും പോവാം. മുല്ലപ്പൂക്ക് സ്മെല്ല് ഉണ്ടാവും, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ബൈക്കിന് നമുക്ക് കുറച്ച് ഇത് ബാക്കിലേക്ക് ഇടും. അതേക്കുന്നില്ല, നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് പെയർ ചെയ്യാം, എന്നാലേ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓർണമെന്റ്സ് നോക്കാം. അപ്പോ ഇന്ന് നമ്മൾ പെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാല പ്ലസ് കമ്മൽ, കുറച്ച് കുപ്പി വളയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു മാല വന്നിട്ട് നമ്മുടെ പേജിൽ, അതായത് നമുക്കൊരു ജ്വല്ലറി ബിസിനസ്, ഞാനൊരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ പേജിൽ നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ലക്ഷ്മി മാല. അടിപൊളി ഒരു മാലയാണ് കേട്ടോ. അത്ര ഹെവി ആണോ എന്ന് ചോദിച്ചത് ഹെവി മാല തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു മാലയാണ് ഇത്. കണ്ടോ, ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളി മാലയാണ്. അപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റി അതിടാം. ഇത്ര ഹെവി ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഒരു മാല തന്നെയാണ്. ഓ, മുടി കെട്ടിയിട്ടാണല്ലോ ഗൈസ്, ഞാൻ മറന്നുപോയത്. നിങ്ങൾ മുടി കെട്ടണേന് വേണ്ടി ഇതിട്ട് മറന്നുപോയി ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇതിട്ടിട്ട് മുടി കെട്ടുള്ള. എന്തൊരു ചെയ്യലാണ് ചേച്ചി, പൊട്ടത്തിയത് കൊണ്ടല്ല, ചേച്ചി മറന്നുപോയത് കൊണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇതൊരു ആന്റിക് ടച്ച് വരുന്ന ഒരു ഇതാണ് പീസാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, നല്ല കനമുള്ളൊരു മാലയാണ് കേട്ടോ. നിങ്ങളൊരു സിമ്പിൾ ഔട്ട്ഫിറ്റ് പ്ലസ് ഹെവി ഓർണമെന്റ്സ് ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അഫോർഡബിൾ ആയിരിക്കില്ല മേ ബി, പക്ഷെ ഭയങ്കര ഒരു നല്ല ഭംഗിയുള്ള രണ്ട് ജുമുക്ക കൂടി ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് കൂടി ഇടാം. മുടി മിക്കവാറും ഒന്നും കൂടി കെട്ടേണ്ടി വരും, അവസ്ഥ ഉണ്ട്.
മുടി നമുക്ക് ഒന്നുകൂടി കെട്ടാം. അതായിരിക്കും നല്ലത്. ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ ഒപ്പം ഈ ഒരു ഓർണമെന്റ്സ് പോകുന്നതാണ്. അറ്റ് ലാസ്റ്റ് നമ്മളെപ്പോഴും ട്രൈ ചെയ്യാറുള്ള ഹെയർ സ്റ്റൈലിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ വേറെ നല്ല ഹെയർ സ്റ്റൈൽ നോക്കി പഠിച്ചിട്ട് വരുന്നതായിരിക്കും. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഒന്നും വേണ്ട, വെറുതെ എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, കെട്ടാം. ഇപ്പോഴത്തെ മിസ്റ്റേക്ക് ഉണ്ട്, ആണ് ഇങ്ങനെ നടക്കുന്നത്. കെട്ടാം, അത്ര ഉള്ളൂ. സിമ്പിൾ, വളരെ സിമ്പിൾ. ഗൈസ്, വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 4 കുറച്ച് വള ഇവിടെയും കുറച്ച് വള 4 എന്തൊക്കെയോ കുറവില്ലേ ഉണ്ട്. പൊട്ട് വെച്ചില്ല. ഗൈസ്, അതാണ് ഇന്നത്തെ നമ്മളുടെ സിമ്പിൾ ഓണം ലുക്ക്. ഭയങ്കര, എനിക്ക് തോന്നുന്നു ഹെയറിൽ മാത്രം എനിക്ക് ഇത്ര സമയം പോയുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് മിനിമൽ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലുക്കാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.